പലപ്പോഴും ഈ അലർജി വരുമ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇല്ല അത് ഞാനൊരു സിട്രസിൻ എടുത്ത് കഴിച്ചാൽ അല്ലെങ്കിൽ മോണ്ടിലുക്കാസ്റ്റ് എടുത്ത് കഴിച്ചാൽ റെഡിയാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പൊതുവേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മയക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. എത്ര സേഫാണ് ഇത് റെഗുലറായിട്ട് ഈ ഒരു ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്? ദാറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ടാബ്ലറ്റ്, ഏത് ഗുളിക കഴിക്കണേ, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ഉള്ള സാധനമാണ് കഴിക്കണേ എന്നുള്ളതനുസരിച്ചിട്ട്. അലർജി ഇപ്പോൾ സിവിയർ ആയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുക്കും നമ്മൾ. പക്ഷെ അതൊക്കെ ലോങ് ടേം ഭയങ്കര അബദ്ധം ഇതാണ്. അത് ആ ഷോർട്ട് പീരീഡ് റെസ്ക്യൂ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഭയങ്കര സിവിയർ ആയിട്ട് റിയാക്ഷൻസ് സ്റ്റിറോയിഡ്സ്. പിന്നെ വരുന്നത് ആൻറ്റിഹിസ്റ്റമിൻസ്. അതിലാണ് ഈ സെട്രസിൻ, നമ്മുടെ ഈ അങ്ങനത്തെ ആൻറ്റിഹിസ്റ്റമിൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ. അത് വലിയ പ്രശ്നമില്ല ലോങ് ടേം കഴിച്ചാൽ. ആൾക്കാർ ആദ്യം ചോദിക്കുക ഇത് കഴിച്ചാൽ കിഡ്നി അടിച്ച് പോകുമോ ഡോക്ടറെന്ന്. കിഡ്നി ഒന്നും അടിച്ച് പോകുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം കഴിക്കുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഗെയിൻ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളതല്ലാതെ ആൻറ്റിഹിസ്റ്റമിൻസിന് അത്ര വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ ഈ മോണ്ടിലൂക്കാസ്റ്റിൻ്റെ ഒക്കെ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ. മോണ്ടിലൂക്കാസ്റ്റ് ആക്ച്വലി ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ബിഹേവിയറൽ ചേഞ്ചസ്, ഡിപ്രഷൻ, സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ വരാനുള്ളൊരു ടെൻഡൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ലോങ് ടേം കൊടുക്കാറില്ല. അഗൈൻ റെസ്ക്യൂ ആയിട്ടും അക്യൂട്ട് ഫേസസിലൊക്കെ നമ്മൾ കൊടുക്കും, ഷോർട്ട് പീരീഡ് ആയിട്ട്. മാഡം ആക്ച്വലി അതാണ് ഞാൻ ചോദിച്ചത്. അതായത് കാറ്റഗറൈസേഷൻ ഈ ഒരു 2 കാറ്റഗറി, ഇപ്പം മോണ്ടിലുക്കാസ്റ്റ് അല്ലെങ്കിൽ സിട്രസിൻ പോലുള്ള ടാബ്ലറ്റ്സ് ഇത് ആക്ച്വലി ഓവർ ദ കൗണ്ടർ പോയി മേടിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അത് ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. എത്രയോ ലോങ് ടൈം വർഷങ്ങളായിട്ട് ഈ ടാബ്ലറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ചു. പക്ഷെ അത് നമ്മൾ അഡ്വൈസബിൾ അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ദർ ആർ അതർ മൊഡാലിറ്റീസ്. നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഈ അലർജി എന്തിനാണോ ഉള്ളത്, ചിലതിന് ചിലപ്പോൾ നമുക്ക് വേണ്ടി വന്നേക്കും. അത് പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർക്കേ ഉള്ളൂ. അല്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടും ക്രോണിക് ആയിട്ടാണ് പിന്നെയും വേണ്ടി വരുന്നത്. ബാക്കി ഒന്നിനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആന്റിഹിസ്റ്റമിൻസ് എടുക്കേണ്ട ആവശ്യം വരാം. ആസ്മക്ക് പോലും ഇതില്ലാണ്ട് നമുക്ക് ഇരുന്ന് ശ്വാസം മുട്ടും. അതും ഈ നമ്മൾ പറഞ്ഞ ഒരു ടെൻഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് കയ്യിലില്ലെങ്കിൽ, കഴിച്ചില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷെ നമ്മളത് മാറ്റാൻ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ദേ ഹാവ് ബീൻ യൂസിങ് ഇറ്റ് ഫോർ ലൈക്ക് ഒരു ഇയേഴ്സ് ടുഗെദർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളതിന് അവർക്ക് പ്രോപ്പറായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിൽ ചെയ്തും, പിന്നെ ഈ സെഡേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, സെഡേഷൻ ഉള്ളതും സെഡേഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ലൈക്ക് മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് വേറെ. പക്ഷേ ഇതെല്ലാം ലൈക്ക് ഐഡിയലി ഫോർ ഷോർട്ട് ടേം ഇതേതാണെങ്കിലും നമ്മൾ കഴിയുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഹേലേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ സിംറ്റമാറ്റിക്കലി ബെറ്റർ ആവുന്നതനുസരിച്ചും അതിനൊരു സ്പെസിഫൈഡ് ടൈം പീരീഡ് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ റീഅസസ് ചെയ്തിട്ട് വി റിഡ്യൂസ് ദ ഡോസ്. ഈ ഇൻഹേലർ ആണെങ്കിൽ പോലും അത് ലൈക്ക് ഇറ്റ്സ് സേഫ് ആണ് ടോട്ടലി. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ, അതാണ് നമ്മൾ യൂസ് ചെയ്യുക, അത് ഗാഗിൾ ചെയ്യുക, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇൻഹേലർ യൂസ് ചെയ്താൽ തന്നെ. അപ്പോൾ അതാണെങ്കിലും അതിൻ്റെയും ഏത് മെഡിസിൻ ആണെങ്കിലും വി ട്രൈ ടു ബ്രിങ് ദ ഡോസ് ഡൗൺ ടു എ ബെയർ മിനിമം അറ്റ് ദ ഏർലിയസ്റ്റ്. അങ്ങനെ നമ്മൾ നോക്കും. അപ്പോൾ ലോങ് ടേം അലർജീസ് ആണെങ്കിലും നമ്മൾ ഫുൾ ഡോസ് സ്റ്റാർട്ട് ചെയ്ത് വി ട്രൈ ടു ടേപ്പർ ഇറ്റ് ഡൗൺ. ഇമീഡിയറ്റ്ലി ആയിരിക്കില്ല ചിലപ്പോൾ. ആൻറ്റിഹിസ്റ്റമിൻസ് തന്നെ നമ്മൾ ചിലപ്പോൾ 2 months 3 months കൂടുമ്പോഴായിരിക്കും ടേപ്പർ ചെയ്യുക, ഡോസ് കുറയ്ക്കുക. 1 ടാബ്ലറ്റ് ഹാഫ് ആക്കും, ഹാഫ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കും, വീക്ക്ലി ട്വൈസ് ആക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്ന ഏറ്റവും മിനിമം ഡോസ് ഏതാണോ പേഷ്യൻ്റ് കംഫർട്ടബിൾ അതിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. ആ സെയിം ഡോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫോളോ അപ്പിന്റെ ഫോളോ അപ്പ് വന്നാൽ എക്സാക്ട്ലി. കാരണം മാഡം ഈ പറഞ്ഞ 1 മാസം കഴിക്കണം എന്ന് പറഞ്ഞ 1 മാസം ഹാപ്പി ആയിട്ട് നടന്ന ആള് then he's not coming for a follow up. ആള് പിന്നെ അത് ഓവർ ദ കൗണ്ടർ വാങ്ങി അത് ചെയ്യരുത്. അതാ പറയുന്നത്, റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത പെർട്ടിക്കുലർ പീരിയഡ്സിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ ഡോസ് ടേപ്പർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാലേ നമുക്കത് പറ്റും. അത് ഈ സ്റ്റിറോയിഡിന്റെ കാര്യത്തിലും അതുണ്ട്. ചിലർ 2 എക്സ്ട്രീംസും ഉണ്ട്. സ്റ്റിറോയിഡ് 3-4 ദിവസം കഴിക്കുന്ന, അല്ലെ 5 days ഒരു കോഴ്സ് നമ്മളൊരു ആസ്മ കൂടി, അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സാധനം. അതിനോട് ടെൻഷനുള്ള ആൾക്കാരും ഉണ്ട്. ഒരു ഷോർട്ട് കോഴ്സസ് ഓഫ് സ്റ്റിറോയിഡ്സ് അത് യൂഷ്വലി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇത് നമ്മളറിയാതെ കടയിൽ നിന്ന് മേടിച്ച് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് അതിലേറെ പ്രശ്നമാണ്. അലർജി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കേൾക്കുന്ന കുറേ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർ, കാർപ്പൻറ്റേഴ്സ്, ബേസിക്കലി ഈ പെയിൻറ്റിൻ്റെ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ആ പെയിൻറ്റിൻ്റെ പണിയാണ് ആക്ച്വലും കൂടുതൽ ആൾക്ക് താല്പര്യവും ആൾക്ക് ചെയ്യാൻ അറിയുന്നതും. അതിൽ അലർജി വന്ന ആൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് അലർജി ഉള്ള ആളുകളുണ്ട്. അതേപോലെ ഈ കാർപ്പൻറ്റേഴ്സ്, മരപ്പണിക്കാർ, പിന്നെ അതേപോലെ ഈ വുഡിനടിക്കുന്ന പോളിഷിൻ്റെ അലർജി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോ? ലൈക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കാര്യങ്ങൾ ഇപ്പം യൂഷ്വലി ഇതിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടോട്ടലി ഒരു ഡിഫറെൻ്റ്. ഇത് എല്ലാവരും അലർജിയിൽ പെടണമെന്നില്ല. ഇത് ചിലർക്ക് ഇതിനോട് അലർജി ഉള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇത് കൂടുതലും നമുക്ക് ഒരുപാട് അല്ലാതെ ലങ് ഡിസീസസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യം. നമ്മളിപ്പോൾ അറിയാം
ഈ പറഞ്ഞ വുഡൻ കാർപ്പൻട്രി വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ ഈ മൾട്ടി വുഡ് പോലത്തെ സാധനങ്ങളാണല്ലോ, അതൊക്കെ ഇങ്ങനെ രാഗി അതിൻ്റെ ഷേപ്പാക്കി വരുമ്പോൾ ഉണ്ടാവുന്ന പൊടി എന്ന് പറഞ്ഞാൽ തടീൻ്റെ പൊടിയെക്കാട്ടിലും വളരെ മിനുസമായ പൊടിയാണ്. ഇതെന്താ വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ഡസ്റ്റ്, ഇത് വലിയ പൊടിയാണെങ്കിൽ നമ്മുടെ മൂക്കിലെ തന്നെ തട്ടി അവിടെ നിൽക്കും. ഏറ്റവും സൈസ് കുറയുന്നതനുസരിച്ച് നേരെ ശ്വാസകോശത്തിൽ തന്നെ എത്തും. നമ്മുടെ ലങ്സിൻ്റെ ആൽവിയോളസ് എന്ന് പറയുന്ന ഒരു ബേസിക് യൂണിറ്റ് ആകുമ്പോൾ ഏറ്റവും അകത്തേക്ക്, ശ്വാസക്കുഴലുകളല്ല, ശ്വാസം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയില്ലേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്, ആ സ്പോഞ്ച് വരെ എത്താൻ സാധ്യതയുള്ള ഒരു ഇതാണ് ഇങ്ങനത്തെ പല ഇത് മാത്രമല്ല, ഈ പല സാധനങ്ങളും ഉണ്ട്. നമുക്ക് എപ്പോഴും ഈ പറയുന്നത് അലർജിക്ക് ആയിരിക്കണം എന്നില്ല. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ ശ്വാസം മുട്ടലും അലർജിയും ഉണ്ടാക്കുന്ന സംഗതികളെന്ന് നമ്മൾ പറഞ്ഞു. ഇത് വേറെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസസ് ഉണ്ടാക്കാം. അതിന് ഇപ്പം നമുക്ക് പെറ്റ്സ് ആവാം, വീട്ടിൽ നമ്മൾ വീട്ടിനകത്ത് വളർത്തുന്ന പെറ്റ്സ് മാത്രം മതി നമുക്ക് ഇതിനെ കൊണ്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ. അത് ആസ്മയാവാം, അതിൻ്റെ ഒരു അടുത്ത ഫോം ഓഫ് ലങ്സിൻ്റെ ചുരുക്കം വരെ വരുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നുള്ള രീതിയിലേക്ക് വരെ ഇതെത്താം. നമ്മൾ എത്രയോ പേർക്ക് ഇതുപോലെ ആസ്മ എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുന്ന എത്രയോ ആൾക്കാർക്ക് ഇതുപോലെ അത് നമ്മൾ ചോദിച്ചു വരുമ്പോഴായിരിക്കും അവിടെ ഒരു 8-10 പൂച്ച വീട്ടിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ കുട്ടി പൂച്ചനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ പെറ്റ് നമ്മൾ ശരിയാണ് സ്നേഹത്തോടെ വളർത്തുന്നതാണ്, പക്ഷേ ഈ പെറ്റിനെ അവർക്കും ഭയങ്കര വിഷമമാണ്. അതിനെ ഇച്ചിരി ഒന്ന് മാറ്റി നിർത്തണം എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും വിഷമമാണ്, അത് ശരിയാണ്. പക്ഷേ ഈ പൂച്ചയെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ, പൂച്ചാന്നേ പറയുന്നില്ല, അത് ഡോഗാവാം, അത് ഹൈപ്പോ അലർജനിക് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നു, ബട്ട് ദോസ് ആർ നോട്ട് ടോട്ടലി ഹൈപ്പോ അലർജനിക്. പക്ഷേ ഇതിനോട് പ്രശ്നമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇതിനെ ഒഴിവാക്കുക തന്നെ വേണം. ഈ ഒഴിവാക്കി ഇത് പോയാൽ തന്നെ ഇറ്റ് വുഡ് ടേക്ക് അനദർ 3 to 6 months. നമ്മൾ എന്നും അത് ക്ലീൻ ചെയ്താൽ തന്നെ ഇതിൻ്റെ അലർജൻസ് അവിടുന്ന് പോകാൻ മിനിമം 3 to 6 months എടുക്കും, ഇത് പോയാൽ തന്നെ. ആ മേജർ ഇത് പോകുന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമ്മളിപ്പം പറഞ്ഞല്ലോ ഈ ഒക്കുപേഷണൽ എക്സ്പോഷേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇൻഡോർ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനകത്ത് തന്നെയുള്ള ക്രോണിക്കായിട്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുമ്പോൾ വീട്ടിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലോ ഉള്ള എക്സ്പോഷേഴ്സ്. അതിനകത്ത് മെയിനാണ് ഈ നമ്മൾ പറഞ്ഞ കൊതുകുതിരി, അതെല്ലാം ഇപ്പം റൂം ഫ്രഷ്നേഴ്സും അതൊക്കെ ആയാലും. നമ്മൾ പഴയ കോയിലുണ്ടല്ലോ, കൊതുകിൻ്റെ കോയിൽ, അതിപ്പോൾ ഉപയോഗം കുറവാണ്. അത് ഒരെണ്ണം കത്തിച്ച് വെച്ച് നമ്മൾ റൂം അടച്ചു വെച്ചിട്ട് ഒരു രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 to 80 സിഗരറ്റ്സ് വലിക്കുന്നതിൻ്റെ ഗുണം ചെയ്യും. അതാണ്, അത്രയ്ക്കും ഡേഞ്ചറസ് ആണ് ഈ ഒരു കൊതുകുതിരി എന്ന് പറയുന്നത്. കൊതുകുതിരീൻ്റെ ഒരു കോയിലിൽ നിന്ന് വരുന്ന സ്മോക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒന്നും മെച്ചമല്ല. ലിക്വിഡ് നല്ലതാണോ മാറ്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എല്ലാം നമ്മളൊരു ക്ലോസ്ഡ് സ്പേസിലാണ് യൂസ് ചെയ്യണം. ആ ക്ലോസ്ഡ് സ്പേസിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ വെളിയിലുള്ള എയർ പൊല്യൂഷൻ വരുന്ന പോലെയോ, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ഡൽഹിയിൽ ഇത്ര നമ്മൾ PM 2.5 എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു അളവ് പറയുമല്ലോ, അതിനെക്കാട്ടിയും കൂടുതൽ അളവ് നമ്മുടെ റൂമിൽ നോക്കിയാൽ, ബെഡ്റൂമിനകത്ത് നോക്കിയാൽ ഉണ്ടാവും. അപ്പം നമ്മളും കുട്ടികളും എല്ലാവരും 7-8 മണിക്കൂർ അതിനകത്തിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ബേസിക്കലി ഒരു അലർജിക് ആണോ ഇറിറ്റൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഈവൻ അലർജി ഇല്ലാത്തവർക്കും ഇതിനെ കൊണ്ട് പ്രശ്നം വരാം. പക്ഷെ അത് ഒരു ബേസിക്കലി ഒരു ശരീരത്തിന് അത്ര നല്ല ആയിട്ടുള്ളൊരു സാധനം ഡെഫിനറ്റ്ലി അല്ല. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന കുട്ടികൾക്കും എല്ലാം ഇത് അപകടം തന്നെയാണ്. അതുപോലെ തന്നെ അടുപ്പിൻ്റെ പുക, നമ്മൾ പുറത്തേക്ക് പുക പോകാത്ത രീതിയിൽ വീടിനകത്ത് സ്മോക്ക് നിൽക്കുകയാണെങ്കിൽ അത് സ്മോക്കിംഗ് നമ്മൾ പറഞ്ഞു. സ്മോക്കിങ്ങും അത് ആള് വലിക്കണം എന്നില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന ആള് വലിച്ചാലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രശ്നം വരാം. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഇതെല്ലാം ഒരു ഇറിറ്റൻ്റ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് ആണ് സാധനം. ഒരു ബേസിക്കായിട്ട് ചെറിയ അലർജി വലിയ പ്രശ്നമില്ലാതെ തട്ടിമുട്ടി പോകുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഓക്യുപ്പേഷണൽ അലർജീസ് ആക്ച്വലി സ്കിന്നിൽ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി തന്നെ വരാറുണ്ട്. ഓക്യുപ്പേഷൻ ലൈക്ക് സിമെൻറ്റ് അലർജി ഒക്കെ വരുന്ന ആൾക്കാർക്ക് ടു എൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ഗ്ലൗ ഇട്ടിട്ടും മാസ്ക് ഇട്ടിട്ടും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലുള്ള ഈ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്ന സാധനം കോൺടാക്റ്റ് വന്നാൽ അപ്പോൾ ചിലപ്പോൾ അലർജീസ് അങ്ങ് ഫ്ലെയർ ചെയ്യും, എക്സിമ ഫ്ലെയർ ചെയ്യും. അത് വല്ലാണ്ട് സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് മാസ്കിന്റെ കാര്യം പറഞ്ഞതും ഈ ചെറിയ മാസ്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാസ്ക് ഒന്നും പറ്റില്ല. വലിയ നമുക്ക് പ്രോപ്പറായിട്ടുള്ള അതിനുള്ള ഹെഡ് ഗിയർ പോലത്തെ സാധനങ്ങൾ തന്നെ വെച്ചാലേ ചിലപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. മറ്റേതൊരു മനസ്സമാധാനത്തിന് കുറച്ച് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. വലിയ ഡസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ചെറുത് പറ്റില്ല.